നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് സമയം അത്ര നല്ലതല്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പോയി കണ്ട ജ്യോത്സ്യൻ മാധവ പൊതുവാളിനെ വീണ ജോർജും ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഒരു പരിഹാര കർമ്മങ്ങളോ അല്ലെങ്കിൽ ഹോമമോ നടത്തേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം വീണ ജോർജിന് 8ന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉയർന്ന ആദ്യ വിവാദം ഡോക്ടർ ഹാരിസ് ഉയർത്തിവിട്ടതായിരുന്നു. അതായത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്നുള്ളത്. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. ഇപ്പോൾ വലിയ വിവാദങ്ങളുടെ ഘോഷയാത്രയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരണാനന്തര അവയവദാനത്തിലെ വീഴ്ചകൾ സമൂഹ മാധ്യമത്തിൽ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ MK മോഹൻദാസ് കൂടി രംഗത്ത് വന്നതോടെ വീണ ജോർജിന്റെ ലെക്ക് കെട്ടി നിൽക്കുകയാണ്. കുത്തഴിഞ്ഞ സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആരോഗ്യമന്ത്രിക്ക് മൗനം പാലിക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല. ഒരക്ഷരം പ്രതികരിക്കാൻ കഴിയുന്നില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ബബ്ബബ അടിക്കുകയാണ് ആരോഗ്യമന്ത്രി. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ പദവി രാജിവെച്ച് ഓടേണ്ടി വരും എന്ന ഗതികേടിലേക്ക് വീണ ജോർജ് എത്തിയിരിക്കുന്നു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവാദം വന്നാൽ നമ്പർ 1 ആരോഗ്യ മേഖലയെന്ന് തള്ളുന്ന കപ്പിത്താൻ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടില്ല. അന്നേരം തന്നെ ഓടി രക്ഷപ്പെടും. എല്ലാം വീണ ജോർജിന്റെ തലയിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ് കപ്പിത്താനും. ആദ്യം പറഞ്ഞതുപോലെ അല്ല, ഇപ്പോൾ കപ്പൽ ആടി ഉലയുന്നുണ്ടെന്ന് വീണ ജോർജിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോഴാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന വിവാദങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് KK ശൈലജ മികച്ച രീതിയിൽ കൊണ്ടുപോയ വകുപ്പാണെന്നും അന്ന് മികച്ച ഒരേ ഒരു മന്ത്രിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് ആരോഗ്യമന്ത്രി ശൈലജയായിരുന്നു എന്നൊക്കെ കേരളം പറയുന്നുണ്ട്. പക്ഷേ വീണ ജോർജ് ആ ഒരു പുകഴ്ത്തലിനെയും പേര് കേൾപ്പിച്ചിരിക്കുകയാണ്. ഒരു വകുപ്പ് കയ്യിൽ കിട്ടിയിട്ട് അതിനെ കുത്തഴിച്ച് 4 പാട് വലിച്ചു കീറി വിട്ടതല്ലാതെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ വീണ ജോർജിന് കഴിയുന്നില്ല. കഴിവുകെട്ട ഒരു മന്ത്രി തന്നെയാണ് വീണ ജോർജ് എന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഒരു വിവാദം പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വരരുത് എന്ന് കട്ടായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നല്ല, ഒരു സർക്കാർ ആശുപത്രികളിൽ നിന്നും പുറത്തേക്ക് വരരുത് എന്നാണ് വീണ ജോർജ് ഉത്തരവിട്ടിരിക്കുന്നത്. തുടർപണികൾ മന്ത്രിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഡോക്ടർമാരുടെ വാ പൂട്ടിക്കെട്ടാൻ മന്ത്രിയുടെ ശിങ്കിടികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിന് സർക്കാർ ഡോക്ടർമാർക്ക് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പരസ്യ പ്രതികരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളാൻ ആരോഗ്യ വകുപ്പ് വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വകുപ്പ് മേധാവികൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെയും ഡോക്ടർ മോഹൻദാസിന്റെയും പരസ്യ പ്രതികരണങ്ങൾ വ്യാപക ചർച്ചയായതോടെയാണ് വിലക്കുമായി ഇപ്പോൾ ആരോഗ്യ വകുപ്പ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്. പരാതികൾ ഉണ്ടെങ്കിൽ മേലധികാരികളെ അറിയിക്കണം. ഇനി പരസ്യമായി പ്രതികരിച്ചാൽ നടപടിയെടുക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസി KSOTOയെ സാമൂഹിക മാധ്യമത്തിലൂടെ വിമർശിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെമ്മോ നൽകിയിരുന്നു. സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടരുത് എന്നാണ് മെമ്മോയിലെ നിർദ്ദേശം. പിന്നാലെ മോഹൻദാസ് ക്ഷമാപണം നടത്തി. സോഷ്യൽ മീഡിയകളിൽ പ്രതികരണം നടത്തില്ല എന്ന് മെമ്മോയ്ക്ക് മറുപടി നൽകുകയും ചെയ്തു. പോസ്റ്റ് പിൻവലിച്ച് മോഹൻദാസ് മുങ്ങി. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ വിഷയം വലിയ വിവാദമായി കത്തിപ്പടരുകയായിരുന്നു. അവയവദാന ഏജൻസിയായ KSOTO പൂർണ്ണ പരാജയമാണെന്നായിരുന്നു ഡോക്ടറുടെ വിമർശനം. 2017 ശേഷം വിരലിലെണ്ണാവുന്ന അവയവദാനം മാത്രമാണ് നടന്നതെന്നും മോഹൻദാസ് ചൂണ്ടിക്കാട്ടി. മൃതസഞ്ജീവനി എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ മരണാനന്തര അവയവദാനം നടന്നിട്ടില്ല എന്നും മോഹൻദാസ് വിമർശിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് മുൻ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ വേണുഗോപാലിന്റെ മരണവാർത്ത പങ്കുവച്ചാണ് KSOTOയ്ക്കെതിരായ വിമർശനം ഡോക്ടർ നടത്തിയത്. ഡോക്ടർ വേണുഗോപാലും ഡോക്ടർ രാംദാസുമാണ് കേരളത്തിലെ മൃതസഞ്ജീവനി വിജയമാക്കി തീർത്തത്. രാംദാസ് സാറിന്റെ മരണത്തോടെ മൃതസഞ്ജീവനി സമ്പൂർണ്ണ പരാജയമാണെന്നും മോഹൻദാസ് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ഇതാണ് വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയും ആരോഗ്യമന്ത്രിയെയും കൂടുതൽ കുരുക്കിലേക്ക് തള്ളിവിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന വെളിപ്പെടുത്തൽ നടത്തിയത് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. മേലധികാരികളോട് പലതവണ പറഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പരസ്യ പ്രതികരണം നടത്തുന്നത് എന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു.
വകുപ്പ് മേധാവികളായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെയും മോഹൻദാസിന്റെയും പ്രതികരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇനി പരസ്യ പ്രതികരണങ്ങൾക്ക് ആരും തുനിയരുതെന്നും കടുത്ത നടപടി സ്വീകരിക്കും എന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികാരികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ഉയർത്തിവിട്ട വിവാദം കെട്ടടങ്ങും മുൻപാണ് ഡോക്ടർ മോഹൻദാസും പുതിയ വിവാദവുമായി രംഗത്തേക്ക് വന്നത്. വീണ ജോർജിന്റെ കഴിവുകേടാണ് ഇതിലൂടെ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വകുപ്പ് മേധാവിയായിരുന്നിട്ടും മെഡിക്കൽ കോളേജുകളിലും ബന്ധപ്പെട്ട ആശുപത്രികളിലും നടക്കുന്നത് എന്തൊക്കെയാണെന്ന് വകുപ്പ് മന്ത്രി അറിയുന്നില്ല. വകുപ്പ് മന്ത്രിയുടെ ശിങ്കിടികളാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഭരണവും അവരെ ഏൽപ്പിച്ച് വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകൂ എന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും വിവാദങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ളത് വീണ ജോർജാണ്. വീണ ജോർജിന് ഒരു കഴിവുമില്ല എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുകയാണ്. പുട്ടിയടിച്ച് വെറുതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഷോ കാണിച്ച് നടക്കാനല്ലാതെ ഈ മന്ത്രിയെ കൊണ്ട് എന്തിനുപകരിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഇതിനു മുൻപ് വീണ ജോർജിന് നേരെ അതിശക്തമായി വിമർശനം വന്നത് ഒരു കൂട്ടം സ്ത്രീകൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് രംഗത്ത് വന്നതോടെയാണ്. അതായത് ആശാവർക്കർമാർ അവർ നടത്തിയ സെക്രട്ടേറിയറ്റിലെ സമരം വലിയ രീതിയിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി. വീണ ജോർജിനെതിരെ സ്ത്രീകൾ പച്ചത്തെറിയാണ് വിളിച്ചത്. അവരെ ചർച്ചയ്ക്കെന്ന് വിളിച്ചു വരുത്തി വീണ്ടും അപമാനിക്കുന്ന നടപടിയായിരുന്നു വീണ ജോർജ് കാണിച്ചത്. ഇപ്പോൾ വീണ്ടും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വീണ ജോർജ് വീഴുകയാണ്. എന്തിനാണ് നിങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ മേലധികാരിയായിട്ടിരിക്കുന്നതെന്നും വെറുതെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു എന്നല്ലാതെ ഇവരെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വീണ ജോർജിനെതിരെ വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വീണ ജോർജിന് ഒരു കസേര കൊടുത്തതല്ലാതെ വീണ ജോർജ് പത്രപ്രവർത്തകയായിരുന്ന കാലത്തും അല്ലാതെ ഇപ്പോൾ മന്ത്രി കസേരയിൽ ഇരുന്നിട്ടും എന്തു ഗുണം ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുകയാണ്. എന്തായാലും വീണ ജോർജിന് ഇനി ഒരു MLA ആയി പോലും ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പാർട്ടിയിലുള്ളവർ തന്നെ വിമർശനം ശക്തമാക്കി കഴിഞ്ഞിരുന്നു. ഇനി വോട്ടും ചോദിച്ച് വീണ ജോർജ് ഇറങ്ങിയാൽ പെണ്ണുങ്ങൾ ആട്ടി ഇറക്കുമെന്നുള്ളത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.